ഈ പെരുമ്പാവൂര് മനോജ് മുത്തേടത്ത് എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തിന് വേണ്ടി സിറോ മലബാർ സഭ വലിയ രീതിയിൽ കരുക്കൾ നോക്കുന്നു. അപ്പോൾ ഈ മനോജ് മുത്തേടത്തിനെ കൊണ്ടുവരണമെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി അത്രയും മോശക്കാരനായിരിക്കണം, പക്ഷെ അങ്ങനെയല്ല, ജനകീയനാണ്. ഇനി ഇയാൾ അല്ലെങ്കിൽ ഉല്ലാസ് തോമസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ഇതിനെയെല്ലാം വി.ഡി. സതീശൻ വെട്ടിനിർത്താം. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ക്രൈസ്തവ സഭയ്ക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ട് അവർ ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഷിയാസിനെ അവിടെ കൊണ്ടുവരുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്നു, DCC പ്രസിഡന്റിനെ കൊണ്ടുവരുന്നു, ശരി, ഓക്കെ. പക്ഷേ സിറ്റിംഗ് MLA 10 വർഷമായിട്ട് ജയിച്ച MLA എന്തിനു മാറ്റി? അങ്ങനെ മാറ്റുവാണെങ്കിൽ എന്തുകൊണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ഈ മനോജ് മുത്തേടത്തിനും ഉല്ലാസ് തോമസിനും സീറ്റ് കൊടുക്കാൻ ഈ വി.ഡി. സതീശൻ സമ്മതിച്ചില്ല? ഇതിനൊക്കെ സതീശൻ മറുപടി പറയണം. ഇപ്പോൾ വളരെ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നമ്മൾ വാർത്താ സമ്മേളനം കണ്ട വളരെ പ്ലസന്റാണ്. പക്ഷേ ഇന്നലെ വരെ കണ്ട വി.ഡി. സതീശൻ്റെ ബോഡി ലാംഗ്വേജ് നമുക്കറിയാമായിരുന്നു. ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു. താൻ കൊണ്ടുവരുന്ന പണികളെല്ലാം തന്നെ മാധ്യമങ്ങൾ പുറത്താക്കുന്നു, സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാകുന്നു, തൻ്റെ കള്ളക്കളികളെല്ലാം പൊളിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വി.ഡി. സതീശനുണ്ട്. ഇവിടെ ഷിയാസിൻ്റെ കാര്യത്തിലും സതീശൻ അടുത്ത കള്ളക്കളിക്ക് ഒരുങ്ങുന്നുവെന്ന് കോൺഗ്രസിലെ അണികളും നേതാക്കളും ഒരു ക്ലെയിം എടുത്താൽ എന്തായിരിക്കും പിന്നെ സതീശന് പിടിച്ചിരിക്കാൻ പറ്റുന്നത്? സതീശന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല. പക്ഷെ സതീശൻ നമ്മളാരും കാണുന്ന മുഖമല്ല സതീശന്റെ യഥാർത്ഥ മുഖം. സതീശൻ ഒരുക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിക്കകത്ത് അദ്ദേഹം പറയുന്ന കാരണങ്ങളൊന്നുമല്ല കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണ്. അതിനുവേണ്ടി ഒരുപക്ഷെ നമ്മളീ പറയുമ്പം ഇത്രയും പ്രതിസന്ധി നിൽക്കുന്ന ആലോചിച്ചോണം, സതീശന്റെ താല്പര്യം എത്രത്തോളം വലുതാണെന്ന്. എൽദോസ് അവിടെ നിൽക്കട്ടെ, മാങ്കൂട്ടം അവിടെ നിൽക്കട്ടെ, ഹൈക്കമാൻഡിന് പോലും അന്തിമ തീരുമാനം എടുക്കുന്നതിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ സുധാകരൻ നിൽക്കും. ആ സുധാകരനെ വെട്ടിക്കളഞ്ഞേക്കാൻ എപ്പോഴും പറഞ്ഞേക്കുന്നത്, മനസ്സിലായി? സുധാകരൻ മാറി എന്ന് മത്സരിച്ചാൽ എന്ത് പറയുമ്പോഴും കേരളം മൊത്തവും കോൺഗ്രസിനകത്ത് ഒരു അലേടി ഉണ്ടാവും, അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയ്ക്ക് കുറവുണ്ടാക്കും. അത്രയ്ക്കാണ് സുധാകരൻ. ആ സുധാകരനെ മത്സരിപ്പിച്ചാൽ ഇദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് വന്നാൽ മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ അതിന് സുധാകരൻ മാറി നിന്നേ മതി. സുധാകരൻ ഇപ്പം നിൽക്കുന്നത് പോലെ വീണ്ടും നിന്നാൽ സുധാകരൻ തന്നെ മുഖ്യമന്ത്രിയാവും. മനസ്സിലാവുന്നുണ്ട്. അപ്പം സുധാകരനെ തീർക്കുന്നതിന് വേണ്ടി എത്ര നേരത്തെ അയാൾ തീരുമാനിച്ചിരുന്നു. അതുപോലെയാണ് ഈ എൽദോസിന്റെ കാര്യത്തിൽ ഇപ്പോൾ വരുന്നത്, അതുപോലെയാണ് മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ചിലതൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നത്. അതായത് സതീശൻ വളരെ കരുതിക്കൂട്ടി, താല്പര്യങ്ങൾ തന്നോട് മാത്രം, മനസ്സിലാവുന്നുണ്ടോ, അല്ലാതെ പാർട്ടിയോടില്ല എന്നതാണ് സതീശന്റെ മുഖം. യഥാർത്ഥ മുഖം സതീശൻ്റെത് വെളിയിൽ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.